പണ്ട് ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു, ഹൈറൈസ് ബിൽഡിങ്ങുകൾ ഇപ്പൊ ബുർജ് ഖലീഫ വരെ ഉണ്ടാക്കാനുള്ള ഒരു ഇത് വരെ ഉണ്ടാക്കി. നമ്മൾ പണ്ട് ഉപയോഗിക്കുന്ന, അതായത് ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് അന്ന് ഉപയോഗിക്കേണ്ട സ്റ്റെപ്പ് അല്ല നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. നമ്മളും അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ പുറത്താക്കപ്പെടും ഈ ഫീൽഡിൽ. മെയിൻ കൺസിഡറേഷൻ ആൾക്കാരുടെ ലൈഫ് തന്നെയാണ്. കാരണം അവരിപ്പോ ഒരു ബിൽഡിംഗ് പണിയുവാണെങ്കിൽ അതിൽ താമസിക്കുന്ന ആൾക്കാരുടെ ലൈഫ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തായിട്ടാണ് ഞാൻ പറയുന്നത്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പ്രാക്ടീസസിലുള്ള കീ ഡിഫറൻസ് എന്താണ്? ലൈക്ക് ഇൻ ഇന്ത്യ ആൻഡ് ലൈക്ക് ഔട്ട്സൈഡ് ഇന്ത്യ, അതിലുള്ള കീ ഡിഫറൻസസ് എന്താ? കീ ഡിഫറൻസസ് പറയുമ്പോഴേക്കും ഓരോ രാജ്യങ്ങളിലും പല കോഡ് പ്രാക്ടീസസ് ആണ്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ IS കോഡ്സ് ആണ്, യൂറോപ്പിലൊക്കെ PS കോഡ് ഉണ്ട്, അമേരിക്കയിലാണെങ്കിൽ ACI ഉണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ ACI ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്, ചിലടത്ത് BS കോഡ് യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോ കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോഴേക്കും അതില് മേ ബി കൺസ്ട്രക്ഷൻ മെഷീനറീസിന്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അല്ലാതെ ബേസിക് ഡിഫറൻസ് പറയുമ്പോഴേക്കും വലിയ കോഡൽ പ്രാക്ടീസിന്റെ വ്യത്യാസമാണ് ഓരോ കൺട്രീസ് വൈസ് ഉണ്ടാകുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആസ് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ? അതൊരു കീ ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട്. കാരണം ടെക്നോളജി കീപ്സ് അഡ്വാൻസിങ്. നമ്മൾ ഓരോ സ്റ്റേജിലും 100 years മുമ്പ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരുന്ന രീതിയല്ല ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യുന്ന രീതി. പണ്ട് ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു, ഹൈറൈസ് ബിൽഡിങ്ങുകൾ ഇപ്പൊ ബുർജ് ഖലീഫ വരെ ഉണ്ടാക്കാനുള്ള ഒരു ഇത് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴേക്കും ടെക്നോളജി അഡ്വാൻസ് ചെയ്യും, മെഷീനറീസ് യൂസ് ചെയ്യുന്നതിന് വ്യത്യാസം വേണ്ടി വരും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഔട്ടർ വേൾഡിൽ നടക്കുന്നത്, കൺസ്ട്രക്ഷൻ പ്രാക്ടീസസ് ആണ് ഫോളോ ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം, ജേർണൽസ് അറിഞ്ഞിരിക്കണം. ഇതുകൂടാതെ തന്നെ ഇപ്പോ കോഡ്സ് നോക്കുവാണെങ്കിൽ 1967 ഉണ്ടാക്കിയ കോഡ് ആയിരിക്കത്തില്ല ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ 2023 റിവിഷൻ വരെയുള്ള കോഡ്സ് ഉണ്ടായിരുന്നു, 2024 അടുത്ത റിവിഷൻ കോഡുകൾ ഇറങ്ങും. അപ്പൊ ഓരോ കോഡിലും പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ ക്ലോസസ്, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. സീസ്മിക് കൺസിഡറേഷന് വേണ്ടി നമ്മൾ പണ്ട് ഉപയോഗിക്കുന്ന, അതായത് ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് അന്ന് ഉപയോഗിക്കേണ്ട സ്റ്റെപ്പ് അല്ല നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നും അഡ്വാൻസ്മെന്റ് ടെക്നോളജികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളും അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ പുറത്താക്കപ്പെടും ഈ ഫീൽഡിൽ. സോ ഓൾവേസ് നമ്മൾ ഈ അഡ്വാൻസ്മെന്റിനോട് അപ്ഡേറ്റഡ് ആയിരിക്കണം. ജേർണൽസ് ഒക്കെ പഠിക്കണം, എന്നും കീപ് അപ്ഡേറ്റഡ് ഇൻ യുവർ നോളജ് എന്ന് എനിക്ക് പറയാം. ഓക്കെ, നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് വരുന്ന സമയത്ത് ആസ് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ അവിടെ ഉണ്ടാവുന്ന എത്തിക്കൽ കൺസിഡറേഷൻസ് എന്തൊക്കെയാണ്? മെയിൻ കൺസിഡറേഷൻ ആൾക്കാരുടെ ലൈഫ് തന്നെയാണ്. കാരണം ഒരു ബിൽഡിംഗ് പണിയുവാണെങ്കിൽ അതിൽ താമസിക്കുന്ന ആൾക്കാരുടെ ലൈഫ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തായിട്ടാണ് ഞാൻ പറയുന്നത് ആസ് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ. കാരണം നമ്മൾ ഒരു നല്ലൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അതിൽ നല്ല രീതിയിൽ ജീവിക്കാണ്ട് പറ്റത്തുള്ളൂ. കാരണം ഒരു ക്രാക്ക് ഉള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ഒരാൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല. എപ്പോഴും ആ പണിത വീടിനോട് തന്നെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാകും. അതുകൂടാതെ തന്നെ പണിത വീട് എന്തെങ്കിലും പൊട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫ്ലക്ഷനോ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ക്രാക്കുകളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. പിന്നെ കൊളാപ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സ്ട്രക്ചറലി കൺസ്ട്രക്റ്റഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഒരു കാര്യമാണ് കമ്പയർഡ് ടു ലൈഫ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് പ്രൈമറിലി അതാണ്. സെക്കൻഡ് പറയുകയാണെങ്കിൽ സ്ട്രക്ചർ എഞ്ചിനീയർ എപ്പോഴും ഡിസൈൻ ഉണ്ടാക്കുമ്പോഴേക്കും ഒരു ഒപ്റ്റിമം ഡിസൈൻ ആയിരിക്കും. അത് സേഫ് ആൻഡ് ഒപ്റ്റിമം ആണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒരിക്കലും ഒരു കൺസർവേറ്റീവ് ഫോം ഓഫ് ഡിസൈനിലേക്ക് സ്ട്രക്ചർ എഞ്ചിനീയർ പോകുന്നത്. കാരണം കുറെ സൈസ് കൂട്ടി അല്ലെങ്കിൽ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൂട്ടി പണിയുന്നതല്ല ഒരിക്കലും സ്ട്രക്ചർ. എത്രയാണോ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് ഒരു ബിൽഡിംഗ് വേണ്ടത്, ഇത്രയൊക്കെയാണ് നമുക്കൊരു ബിൽഡിംഗ് എലമെന്റ് സ്ട്രക്ചർ എലമെന്റ് സൈസ് വേണ്ടത്, നമ്മൾ എപ്പോഴും അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. തേർഡ്ലി പറയുവാണെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടാകും. അതായത് ഇപ്പൊ ഒരു ഫോൾട്ട് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അവിടെ എന്ത് റെമഡി ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ശരിയാക്കാൻ വേണ്ടി പറ്റും, എങ്ങനെ നമുക്ക് ആ ചാലഞ്ചിനെ ഏറ്റെടുക്കാൻ വേണ്ടി പറ്റും, എന്തായിരിക്കും നമുക്ക് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായിരുന്നു പറഞ്ഞാലും സ്ട്രക്ചർ എഞ്ചിനീയേഴ്സിനെ കുറ്റപ്പെടുത്താനുള്ള ഒരു ചാൻസ് എപ്പോഴും കൂടുതലുണ്ട്. ബിൽഡിംഗിന് എന്തായിരുന്നു പറഞ്ഞാൽ നോട്ട് ടു ദി ആർക്കിടെക്ട്, നോട്ട് ടു ദി കോൺട്രാക്ടർ. സ്ട്രക്ചർ എഞ്ചിനീയർ ഒരു സ്ട്രക്ചർ ഫെയിലർ പോലെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ സ്ട്രക്ചർ എഞ്ചിനീയർ ആയിരിക്കും ഏറ്റവും വലിയ റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് വരുന്നത്.
അപ്പോൾ എപ്പോഴും ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ സ്ട്രക്ചർ എഞ്ചിനീയർ എപ്പോഴും ഒരു ഡിസൈൻ കാൽക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഡ്രോയിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ സ്ട്രക്ചർ എലിമെന്റ് ഉണ്ട്, അതെങ്ങനെയാണ് ഈ എഞ്ചിനീയർ ഡിസൈൻ ചെയ്തേക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് ഉണ്ടായിരിക്കണം. എന്നിട്ട് വേണം എപ്പോഴും ഒരു GFC ഡ്രോയിങ് എഞ്ചിനീയർ റിലീസ് ചെയ്യാൻ സൈറ്റിലേക്ക് എക്സിക്യൂഷന് വേണ്ടി. ഇതാണ് ബേസിക് ടിക്സ് ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം ലൈക് ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് ടെക്നോളജി എന്തൊക്കെയാണെന്നൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് ടെക്നോളജി എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മള് ഇപ്പോഴും അഡ്വാൻസ്ഡ് ആയിരിക്കണം നമ്മുടെ കാര്യങ്ങളിൽ. നമ്മൾ ബേസിക്സ് വെച്ചിട്ട് മാത്രം നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് നമ്മുടെ ടെക്നിക്കൽ നോളജ് കുറയ്ക്കും. സോ എന്തൊക്കെ നമുക്ക് ജേർണൽസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, സ്ട്രക്ചർ റിലേറ്റഡ് ക്വയറീസ് ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് എന്താണ്, ഒരു വലിയ ഹൈ റൈസ് ബിൽഡിംഗ് എങ്ങനെ പണിതു, അല്ലെങ്കിൽ എന്ത് മെഷീനറീസ് ഉപയോഗിച്ചു, എന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ചത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ ഞാൻ പറയുന്നത് ബുർജ് ഖലീഫ ഒരു കേസ് സ്റ്റഡി എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡെസേർട്ട് സാൻഡ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് എങ്ങനെ അങ്ങനെ അത്രയും വലിയൊരു സ്ട്രക്ചർ അവിടെ പണിതു എന്ന് ഉള്ളൊരു നോളജ് കംപ്ലീറ്റ്ലി ഉണ്ടാവണമെന്നല്ലാതെ അതിന്റെ എഞ്ചിനീയേഴ്സ് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ ഒരു ബേസിക് നോളജ് ഒക്കെ നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കണം എപ്പോഴും. എങ്ങനെ ഒരു ഹൈറൈസ് ബിൽഡിംഗ് ഉണ്ടാക്കാം, എന്തൊക്കെ നമുക്ക് അഡ്വാൻസ്മെന്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ മെഷീനറീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഡേ ടു ഡേ വർക്കിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുമോ ഒന്ന് മെൻഷൻ ആക്കാൻ പറ്റും? ഡേ ടു ഡേ ബേസിസിൽ നോക്കുമ്പോഴേക്കും സ്ട്രക്ചർ എഞ്ചിനീയറിന് ഒരു പ്രൊജക്ട് ആയിരിക്കില്ല ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ മിക്കപ്പോഴും നോക്കാൻ വേണ്ടി, മൾട്ടിപ്പിൾ പ്രോജക്ട്സ്. അപ്പോൾ ഒരു പ്രോജക്റ്റ് നമ്മൾ എന്നത്തേക്ക് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 4 പ്രൊജക്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു. ഒരെണ്ണം ഓൺ സൈറ്റ് വർക്ക് നടക്കുന്നതാണ്, ഒരെണ്ണം ഇനീഷ്യൽ സ്റ്റേജിലാണ്. അങ്ങനെ നോക്കുമ്പോഴേക്കും എന്നത്തേക്ക് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിലുള്ള പ്രോജക്റ്റ് നമുക്ക് ഫുൾ സെറ്റ് ഡ്രോയിങ്സ് വെക്കണമെങ്കിൽ എന്നത്തേക്ക് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഓൺ സൈറ്റ് വർക്ക് നടക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അതിന്റെ ഒരു റിവിഷൻ പെട്ടെന്ന് കയറി വരുവാണ്, പെട്ടെന്ന് സൈറ്റിൽ ഒരു ഇഷ്യൂ വരുവാണ്, അവിടെ ഒരു ഫയൽ അടിച്ചത് മാറിപ്പോകും. അപ്പോൾ അത് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും, ഈ വർക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ആ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ. പിന്നെ നമുക്ക് അത്യാവശ്യം ക്ലയന്റ് സൈഡ്, ആർക്കിടെക്ട് സൈഡ്, ആസ് വെൽ ആസ് ഹയർ മാനേജ്മെന്റ് സൈഡ് നമുക്ക് പ്രഷർ ഉണ്ടാവും. സോ നമ്മുടെ വർക്കിംഗ് ടൈം പീരീഡിൽ മേ ബി മിക്കവരും വർക്ക് ചെയ്യുന്നത് മേ ബി 9:30 to 6 അല്ലെങ്കിൽ 10 to 6 എന്നുള്ളൊരു വർക്ക് ബേസിസിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത് എൻട്രി അല്ല. പക്ഷെ ഷുഡന്റ് ബി, നമ്മൾ എപ്പോഴും നമ്മുടെ വർക്കിനോട് ഡെഡിക്കേറ്റഡ് ആയിരിക്കും. The work shouldn't be a time based, whereas എപ്പോഴും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ we must be able to stick on to it. ഇപ്പൊ നാളെ ഡ്രോയിങ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇഷ്യൂ ചെയ്യുന്ന നമ്മൾ കമ്മിറ്റ് ഉണ്ടെങ്കിൽ we must be able to issue. അപ്പൊ അതിനുവേണ്ടി നമ്മൾക്ക് പെട്ടെന്ന് ആ സ്റ്റേജിൽ എത്താൻ പറ്റുന്നുള്ള through experience you must be able to tackle all issues. അങ്ങനെയാണ് എനിക്ക് പറയുന്നത്. ഓക്കെ, ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ലെവൽ എത്രയാണ്? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വൈസ് നോക്കുവാണെങ്കിൽ ഇപ്പോ ബിടെക് ഇപ്പൊ സാറ്റിസ്ഫാക്ടറി ഡിഗ്രി ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ബിടെക് വിത്ത് എക്സ്പീരിയൻസ് ആണ് സ്ട്രക്ചർ എഞ്ചിനീയർക്ക് കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. വേറെ എംടെക് സ്ട്രക്ചർ എഞ്ചിനീയർ ആണെങ്കിൽ നമുക്ക് അതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ആയതുകൊണ്ട് എംടെക് ഇൻ സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ. കാരണം അവിടെയാണ് നമുക്ക് കൂടുതൽ അഡ്വാൻസ് ഡിസൈൻ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും. വേറെ ബിടെക്കിൽ നമ്മൾ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് മാത്രം നമ്മൾ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വിത്ത് എക്സ്പീരിയൻസ് മാത്രം നമുക്ക് സ്ട്രക്ചർ എഞ്ചിനീയർ ലെവലിലേക്ക് എത്താൻ വേണ്ടി പറ്റും. വേറെ എംടെക്കിൽ നമുക്ക് ഒരു ബേസിക് സ്കില്ല് കിട്ടും. ബട്ട് ബുക്സ് മാത്രമല്ല സ്റ്റഡീസ് എന്ന് വിചാരിക്കുക. നമ്മളത് പുറത്തിറങ്ങി വന്നിട്ട് നമ്മളൊരു കൺസൾട്ടിങ് ഫോം അല്ലെങ്കിൽ ഒരു ക്ലയന്റ് സൈഡ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എഞ്ചിനീയറിന്റെ അണ്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ എത്രത്തോളം നമ്മുടെ സ്കില്ല് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലാവുള്ളൂ. കാരണം സെലോൺ വോണ്ട് വർക്ക്, ജേർണൽസ് എലോൺ വോണ്ട് വർക്ക്, എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. ഓക്കെ, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരാനുള്ള റീസൺ എന്തായിരുന്നു? ലൈക്ക് ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് ഞാൻ ആക്ച്വലി സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പ്ലാൻ വരക്കുന്ന ഒരു ഫീൽഡാണെന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ വന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് പ്ലാൻ വരക്കുന്നതല്ല സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗ് കുറെ ബ്രാഞ്ചസ് ഉണ്ട്, അതിലെ ഒരു ബ്രാഞ്ചാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ
സ്കോപ്പ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ള ഫീൽഡുകളെല്ലാം ഭയങ്കര ലിമിറ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എപ്പോഴും കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ് ആർ ഗോയിങ് ഓൺ. അപ്പോ അങ്ങനെ വന്നപ്പോഴേക്കും സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്നും ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സ്ട്രക്ചറൽ ഫീൽഡിലേക്ക് ഞാൻ മാറി. ഓക്കെ, നമ്മുടെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വരുന്ന സർട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിലേക്ക് വേണമെങ്കിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാം ആസ് എ സ്റ്റുഡന്റ് ലെവലിൽ. അപ്പോൾ നമുക്ക് അതിൽ വരുന്ന ജേർണൽസും കാര്യങ്ങളും എന്തൊക്കെയാണ് അവിടെ അഡ്വാൻസ്മെന്റ് ഉണ്ടാകുന്നത്, കോൺഫറൻസുകൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ അറിയുന്നു എന്തൊക്കെ ടെക്നോളജീസ് വരുന്നു, ഇതൊക്കെ സ്റ്റുഡന്റ് ലെവലിൽ അറിയാൻ വേണ്ടി പറ്റും. അതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് പ്രൊഫഷണൽ ലെവലിൽ എത്തുമ്പോഴേക്കും നമുക്ക് ഓരോരോ ലെവലിലോട്ട് സ്ട്രക്ചറിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റും. എനിക്ക് വേണം ഫസ്റ്റ് AMI ആയിരിക്കും എടുക്കാൻ പോകും, പിന്നെ മെമ്പർ ആയിട്ടായിരിക്കും, പിന്നെ ഫെല്ലോ ആയിട്ടായിരിക്കും. അങ്ങനെ അതൊക്കെ ഏജ് വൈസ് പോകുന്ന കാര്യങ്ങൾ. ബട്ട് ഇനീഷ്യലി ബെറ്റർ ഒരു സ്ട്രക്ചറിലോട്ടൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നത് നല്ലതാണ് സ്റ്റുഡന്റ് ലെവലിൽ. പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ ബേസ്ഡ് സെന്റേഴ്സിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പോവാം. അതായത് ഇപ്പോൾ സോഫ്റ്റ്വെയർ പഠിക്കണം, ഇപ്പോൾ ETABS സോഫ്റ്റ്വെയർ പഠിക്കണം. അപ്പോൾ അതിനെ പറ്റിയുള്ള കൺസൾട്ടിങ് ഫോംസ് ഉണ്ടാവും പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻ ഒരു ഫേമിൽ ചെന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സോഫ്റ്റ്വെയറിൽ നമുക്ക് സ്കില്ലുണ്ട് എന്നുള്ളത് മനസ്സിലാവും. നമുക്ക് ഇന്റേൺഷിപ്പിനുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. പല കമ്പനീസിൽ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ടാവും. മേബി പെയ്ഡ് ആയിരിക്കും, അൺപെയ്ഡ് ആയിരിക്കും. എങ്ങനത്തെ ഇന്റേൺഷിപ്പ് ആണ് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പേ ചെയ്തിട്ടുള്ള ഇന്റേൺഷിപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഇന്റേൺഷിപ്പുകളൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, ഇന്റേൺഷിപ്പ് വൈസ് ആയാലും നമുക്ക് സബ്ജക്ട് നോളജ് ഉണ്ടെന്നുള്ളത് ഒരു ഫേമിൽ നമുക്ക് ചോദിച്ചാൽ ഓഫീസ് ഓർഗനൈസേഷനിൽ നമുക്ക് അറിയിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് സർട്ടിഫിക്കേഷൻസ് പോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരാം? ടിപ്സ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എന്താ ഫ്യൂച്ചർ ഉണ്ടെന്ന് പറഞ്ഞ് മാത്രമായിട്ട് ഈ ഫീൽഡിലോട്ട് വരരുതെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ വർക്ക് പ്രഷർ നമുക്ക് അത്യാവശ്യമുണ്ട്. കാരണം ഒരു പ്രൊജക്റ്റ് ഒന്നും ആയിരിക്കില്ല നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഒരു എഞ്ചിനീയർ എന്തൂസിയാസ്റ്റിക് ആയിരിക്കണം, അത്യാവശ്യം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം വർക്കിനോട്. നല്ല കമ്മിറ്റ്മെന്റ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ മാത്രമേ നമുക്ക് ഫീൽഡിൽ നല്ലൊരു ഫ്യൂച്ചർ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നോളജ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. എപ്പോഴും അഡ്വാൻസ്മെന്റ് നടക്കുമ്പോഴേക്കും ഓരോ ഡിസൈൻ വരുമ്പോഴേക്കും ആ ചാലഞ്ച് ഏറ്റെടുത്തിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി എപ്പോഴും ഉണ്ടാകും. ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് വരാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് നവീൻ. നല്ലൊരു ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.